ഹായ്, ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ ബ്യൂട്ടി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇന്ത്യ പാകിസ്ഥാൻ ബാർ അതാണിപ്പോൾ എന്താ പറയുക എല്ലാവരുടെയും ചർച്ചാ വിഷയമെന്ന് പറയാം. ഇടയ്ക്കൊന്ന് വെടിനിർത്തലും പരിപാടികളൊക്കെ ആണെങ്കിലും ഇപ്പോഴും സിന്ധു നദീതട കരാറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതിനിടയിലാണ് തുർക്കിയുമായിട്ടുള്ള വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാര ബന്ധത്തിന് നോ പറയാൻ ഒരുങ്ങി ഇന്ത്യ എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കാരണം തുർക്കി പാകിസ്ഥാന് സപ്പോർട്ടായിരുന്നു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായിരുന്നു തുർക്കിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ആപ്പിളാണ്. ഏകദേശം 2023 2024 കാലയളവിൽ 1,60,000 ടൺ ആപ്പിളാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. ആപ്പിൾ മാത്രമല്ല, മാർബിള്, പച്ചക്കറികൾ, സ്വർണം, അങ്ങനെ മിനറൽ ഓയിൽ, നിരവധി ഇതാണ് ഇങ്ങോട്ട് തുർക്കി ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ തുർക്കിയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ വ്യാപാര ബന്ധം വഷളായിരിക്കുക എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നത്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി തുർക്കി എന്ന് പറയുന്ന ഇന്ത്യയുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണെന്ന് പറയാം. കാരണം ഇന്ത്യക്കകത്ത് തന്നെ ആപ്പിൾ കർഷകരൊക്കെ ഓൾറെഡി ഇതിനുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത്രയേറെ ടൺ ആപ്പിളുകളൊക്കെ ഇറക്കുമതി ചെയ്തിരുന്ന തുർക്കിക്ക് ഇതൊരു വലിയ നഷ്ടമായിരിക്കും. കാരണം ഇന്ത്യ നോ പറഞ്ഞാൽ എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകളിൽ തുർക്കി നിർമ്മിത ഡ്രോണുകളും ഉണ്ടായിരുന്നു. അതാണ് ഇന്ത്യയെ ഇപ്പോൾ കലിപ്പിലാക്കിയിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം 2023 തുർക്കിയിലുണ്ടായ ആ ഭൂകമ്പത്തിൽ ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇന്ത്യ അവിടെ ചെന്ന് നിരവധി സഹായങ്ങൾ ചെയ്തിരുന്നു. ആദ്യം ഓടിയെത്തിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ എന്നതും തുർക്കി ഇപ്പോൾ മറന്നിരിക്കുന്നുവെന്ന് പറയാം. ഇതെല്ലാം മറന്നുകൊണ്ടാണ് തുർക്കി പാകിസ്ഥാന് സപ്പോർട്ട് കൊടുത്തതും. അതാണ് ഇപ്പോൾ ആ രാജ്യത്തിന് വിനയായിരിക്കുന്നതെന്ന് പറയാം. കാരണം ആപ്പിൾ വൻതോതിൽ കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് തുർക്കി എന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണെന്ന് പറയാം. അപ്പോൾ 1,60,000 ടൺ ആപ്പിളൊക്കെ ഇന്ത്യയിലേക്ക് അയക്കണമെങ്കിൽ അത്ര വലിയ കൃഷിയാണ് അവിടെ നടക്കുന്നതെന്ന് സാരം. അപ്പോൾ ഇങ്ങനെ ഈ എന്താ പറയുന്നത് ഇന്ത്യ ഇത് നോ പറയുന്നതോടുകൂടി തുർക്കിക്ക് അത് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ വലുതാണ്, വലിയ രാജ്യമാണ്, വലിയ പോപ്പുലേഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വേൾഡ് വൈഡ് ഒരു വലിയ മാർക്കറ്റ് കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇന്ത്യയെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും ഇത് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് തുർക്കിക്ക് ഇപ്പോൾ വിനയായിരിക്കുന്നതെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നതെന്ന് പറയാം. ഇന്ത്യ പാകിസ്ഥാൻ വാർ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം വെടിനിർത്തലും കരാറും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും വീണ്ടും സിന്ധു നദീതട കരാറ് മരവിപ്പിച്ചതിനെതിരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തയക്കുകയുണ്ടായി. അത് പുനഃപരിശോധിക്കണമെന്നും ഇല്ലെങ്കിൽ വലിയ വിഷയമാകുമെന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ രാജ്യത്തിനകത്തും, അതായത് നമ്മുടെ രാജ്യത്തിനകത്തും ഓപ്പറേഷൻ സിന്ദൂറിനെ ചൊല്ലിയും ഒക്കെ വലിയ വലിയ വിഷയങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്തും പാകിസ്ഥാനിൽ ഓൾറെഡി ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തും ഇങ്ങനെ രണ്ട് ചേരിയായി കാണുമ്പോഴൊക്കെ നമുക്കും അത് കാണുമ്പോഴൊക്കെ വിഷമമാണ് വരുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മധ്യപ്രദേശിലെ BJP MPയുടെ പ്രസ്താവനയും കാര്യങ്ങളും ഒക്കെ ആ ഒരു വനിത ലേഡിയെക്കുറിച്ച് പറഞ്ഞതും കാര്യങ്ങളൊക്കെ. അപ്പോഴെല്ലാം കൊണ്ടും ഇന്ത്യ പാകിസ്ഥാൻ ഒന്ന് തണുത്തിരിക്കുമ്പോഴാണ് തുർക്കിക്ക് മേൽ ഇന്ത്യയുടെ ആ ഒരു എന്താ പറയുന്നത് ഉപരോധം എന്നത്, അല്ലെങ്കിൽ ഉപരോധമല്ല, അവിടെ നിന്നുള്ള വസ്തുക്കൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.